അമ്മമാതാവിനും തിരുകുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രുതി. ഞാൻ കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ 2022 സെപ്റ്റംബർ 29 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആദ്യം തന്നെ അമ്മമാതാവിനോട് തിരുകുമാരനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം ഞാൻ ഈ സ്റ്റേജിൽ വന്ന് ആദ്യം സാക്ഷ്യം പകുതി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയൊരു വ്യക്തിയാണ്. അതിനുള്ള ഫലം എനിക്ക് കിട്ടി. കാരണം ഞാൻ വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം കുഞ്ഞിന് വയ്യാതെയായി. അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോൾ അവൾക്ക് ബ്ലഡിൻ്റെ ബ്ലഡ് HP കുറയുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോയ വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് തന്നതാണോ എന്ന് ചോദിച്ചു. അന്ന് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു, നീ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നവളാണ്, എനിക്ക് അമ്മമാതാവ് തന്ന കുഞ്ഞാണ്, അപ്പം ഞാൻ അവളെ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ ആളാണ്. എന്നിട്ട് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയെന്ന് കൊണ്ടായിരിക്കും എനിക്ക് കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ ആ സ്വപ്നത്തിൽ എനിക്ക് കാണിച്ചു തന്നു. അതുപോലെ തന്നെ നീ എൻ്റെ അടുത്ത് സാക്ഷ്യം പറയാൻ വന്നവളല്ലേ, അതുകൊണ്ട് നീ അത് പൂർത്തീകരിക്കാതെ പോയി. അതുകൊണ്ട് അതെനിക്ക് പേടിയായതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത്. കാരണം ഞാൻ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഞാനിങ്ങനെ സ്റ്റേജിൽ നിന്നിട്ടില്ല. അത് കാരണത്താൽ ഒരു പേടി കാരണമാണ് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയത്. അതിന് ഞാൻ മാതാവിനോട് തിരുകുമാരനോട് ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾക്ക് 3 വർഷമായി, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിപ്പോൾ 4 വർഷമായി. ഞങ്ങൾക്ക് 3 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. കാരണം ഹസ്ബൻഡിന് കൗണ്ട് തീരെ കുറവായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ചാൻസ് കുറവാണ്. അങ്ങനെ എനിക്കാകെ വിഷമമായി. കാരണം ഞാനൊരു ഹിന്ദുവാണ്. എൻ്റെ ഒരു കൂട്ടുകാരി അമ്പിളി എന്നൊരു ചേച്ചിയുണ്ട്. ചേച്ചിയാണ് എന്നോട് കൃപാസനത്തിനെ കുറിച്ച് പറയുന്നത്. മോളെ ഇതുപോലെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, നീ അവിടെ പോയി ഉടമ്പടി എടുക്കുക. ചേച്ചി വന്നിട്ടില്ല, ചേച്ചിക്കും പറഞ്ഞറിവേ ഉള്ളൂ. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു, മാതാ എനിക്ക് എവിടെയാണെന്ന് എന്നറിയത്തില്ല. ഞാനങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് ചെക്കപ്പിന് പോയപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന ഒരു അമ്മയുടെ കയ്യിൽ ഒരു പെൺകുട്ടി കൊണ്ടുവന്ന് പത്രം കൊടുത്തു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു എനിക്ക് തന്നില്ലല്ലോ, അത് അവർക്ക് കൊടുത്തിട്ട് പോയി. അന്നേരം ആ അമ്മ എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് കണ്ണിന് കാഴ്ച കുറവാണ്, നീ ഇത് വായിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ പത്രം എനിക്ക് കിട്ടി. ഞാൻ അന്നേരം തന്നെ അത് മൊത്തം അവിടെ ഇരുന്ന് വായിച്ചു. അന്നേരം ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ആലപ്പുഴ ജില്ലയിലാണ് കലവൂർ, അവിടെയാണ് കൃപാസനം ഉള്ളത്, എന്നെ അവിടെ കൊണ്ടുപോകാൻ ചോദിച്ചു. നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിയത്തില്ല, ആലപ്പുഴ വരെ ഏട്ടായിക്ക് അറിയാം. ഞങ്ങൾ അവിടുന്ന് രാവിലെ ബൈക്കേൽ ആലപ്പുഴ എത്തിയപ്പോൾ ഞങ്ങൾ വരുന്ന ഫ്രണ്ടിൽ ആകാശത്ത് ഈ തിരമാല പോലെ കടലും അതിലൊരു ഗോപുരം പോലെ അങ്ങനെ രൂപപ്പെട്ടു. അത് ഞങ്ങൾക്ക് ഈ പള്ളിയുടെ മുന്നിൽ വരെ ഞങ്ങൾക്ക് അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഈ പള്ളിയുടെ മുന്നിൽ എത്തിയപ്പോൾ അത് മാഞ്ഞുപോയി. അങ്ങനെ ഇവിടെ നോക്കി കൃപാസനം എന്ന് എഴുതി വെച്ച് വെക്കുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ വന്നു, ഉടമ്പടി എടുത്ത് ഞാൻ പോയി. അപ്പം ഞാൻ വെച്ച 6 നിയോഗങ്ങളിൽ ഏട്ടയ്ക്ക് ജോലിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടി വെച്ചു, ജോലിക്ക് വേണ്ടി വെച്ചു. ആദ്യം എനിക്ക് സാധിച്ചു കിട്ടിയത് ഏട്ടയുടെ ജോലിയായിരുന്നു. അപ്പം ഞങ്ങൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ജോലിക്ക് നോക്കി. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ജോലി കിട്ടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കും ആ ഹോസ്പിറ്റലിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ട് 2 പേർക്കും ഒരുപോലെ ജോലി കിട്ടി. അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് 6 മാസം കഴിഞ്ഞപ്പോൾ ഏട്ടയ്ക്ക് സൂപ്പർവൈസറായിട്ട് ജോലി പ്രൊമോഷൻ കിട്ടുകയും ചെയ്തു. ഞാൻ അങ്ങനെ ഇവിടെ ഡിസംബർ ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചു, മാതാവേ ഞാൻ ഉടമ്പടി എടുത്ത് തീരാറായി, അമ്മ മാതാവ് എനിക്കൊരു കുഞ്ഞിനെ തന്നില്ല, ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും സഹിക്കാനുള്ള സഹന ശക്തി എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ ജനുവരിയിൽ 21 എനിക്ക് നൈറ്റ് കഴിഞ്ഞ്, അന്ന് ശനിയാഴ്ച ദിവസമാണ്, ഞാൻ ഉടമ്പടി തീർന്നെങ്കിലും ഞാൻ ഉപവാസം എടുക്കുമായിരുന്നു. അന്ന് രാവിലെ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. ഞാൻ പറയാം, ഏട്ടായി എനിക്ക് വിശങ്ങനെ കഴിക്കാൻ വല്ലതും വാങ്ങിച്ചു തരും. അപ്പോൾ ശനിയാഴ്ച ഉപവാസമാണ്, പക്ഷെ ഞാൻ മറന്നുപോയി. ഞാൻ അങ്ങനെ വന്ന വഴിക്ക് ഞങ്ങൾ കാപ്പി കുടിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്, ഏട്ടായി ഇന്ന് ഉപവാസമാണ്, ഞാൻ തെറ്റിച്ചു, എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അന്ന് വൈകിട്ട് എനിക്കൊരു വയ്യാഴിക വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായിട്ട് അമ്മ മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നെന്ന് അറിയുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഹോസ്പിറ്റൽ ചെക്കപ്പിനെല്ലാം പോയി. 8 മാസം ആയപ്പോഴാണ് കുഞ്ഞിന് 5-ാം മാസം തൊട്ട് കുഞ്ഞിന് കുഴപ്പങ്ങളുണ്ട്, കുഞ്ഞ് വയറ്റിൽ ചരിഞ്ഞാണ് കിടക്കുന്നത്, അവളെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. 8-ാം മാസം ആയപ്പോൾ ഞങ്ങൾ ഒക്ടോബർ 14 മെഡിക്കൽ കോളേജിൽ പോകുന്നു വയറുവേദനയായിട്ട്. അവിടെ ചെന്ന് കുഞ്ഞിന് അനക്കക്കുറവാണ്. അന്നേരം അവർ പറഞ്ഞു കുഞ്ഞിനെ കിട്ടത്തില്ല, NIC വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ തന്ന കുഞ്ഞാണ്, നീ അവൾക്കൊരു കുഴപ്പവും കൂടാതെ എനിക്ക് അതിനെ തരണം, ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു എമർജൻസി കുഞ്ഞിന് അനക്കം കുറയുന്നുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് ഞാൻ കളവ് പറയുന്നതാണ്, ശ്രദ്ധിക്കാത്തത് മൂലം അറിയാത്തതെന്ന് പറഞ്ഞു. മെയിൻ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു കുഞ്ഞിന് അനക്കക്കുറവുണ്ട്, നമുക്കൊന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പം കുഞ്ഞിന് അനക്കമുണ്ട്, പക്ഷേ അതിൻ്റെ കൈകാലുകൾ അനങ്ങുന്നില്ല, അതുകൊണ്ട് നമുക്ക് എമർജൻസി ആയിട്ട് ഓപ്പറേഷന് കയറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ലേബർ റൂമിൽ കൊണ്ടുപോയി. അന്നേരം ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ ചൊവ്വാഴ്ച ദിവസം മാതാവിൻ്റെ ആരാധന ദിവസമാണ്, എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം തരാവൂ. ഞാൻ നേരത്തെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഓഗസ്റ്റ് 15 ചൊവ്വാഴ്ച വെളുപ്പിനെ 2 മണിയായപ്പോൾ ഇവർ
ഓപ്പറേഷന് കയറ്റുന്നതിന് മുമ്പ് ഏട്ടനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിനെ പ്രതീക്ഷിക്കേണ്ട, അതിന് ഞങ്ങൾ NIC വെക്കും, ചിലപ്പം കിട്ടാൻ പ്രതീക്ഷയില്ല. കുഞ്ഞിന് വെയിറ്റ് നോക്കും 840 ഉള്ളൂ സ്കാനിങ്ങിൽ. അപ്പോൾ കുഞ്ഞിന് തീർത്ത് വെയിറ്റ് കുറവായിരിക്കും, പ്രതീക്ഷ വേണ്ട, അമ്മയും പ്രതീക്ഷിക്കേണ്ട കുഞ്ഞിനെയും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു. ഇവർ രണ്ടും വെളിയിൽ ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് കരയുമ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തൊരു ആൻറ്റി ഉണ്ടായിരുന്നു. ആ ആൻറ്റി കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു. ആ ആൻറ്റി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ്, അമ്മ വിഷമിക്കേണ്ട, അമ്മ കൃപാസന മാതാവിനെ വിശ്വസിക്കുകയാണെങ്കിൽ കുഞ്ഞിനും അമ്മയ്ക്കും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഞ്ഞിനെ അമ്മയും തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അമ്മയുടെ പേഴ്സിനകത്ത് കാശുരൂപം, എൻ്റെ കഴുത്തേ കിടന്ന കാശുരൂപം മാലയുണ്ട്, അത് അമ്മയ്ക്ക് അറിയില്ല ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ 2 മണിയായപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. കുഞ്ഞിനെ അവരുടെ കൈ കൊടുത്തു. എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അവരുടെ കൈ കിട്ടുമ്പോൾ 1990 ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കുഞ്ഞിന് ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. പിന്നെ അതിന് ഒരു ദിവസം മഞ്ഞയായിട്ട് NIC വെക്കേണ്ടി വന്നു. ഞാൻ പോകുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് പോകും, മാതാവേ കുഞ്ഞിനെ ഒത്തിരി നേരം കിടത്തരുതേ, ഒന്നത് ആളില്ല, ഇച്ചിരിയേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, അതെനിക്ക് എൻ്റെ കുഞ്ഞിനെ കൈ തരണേ. ഒറ്റ ദിവസം വെച്ചു, അവളെ പിറ്റേന്ന് എൻ്റെ കൈ തന്നു. അതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ അടുത്ത് കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ എല്ലാം അമ്മമാരും അവരുടെ ബന്ധുക്കളും ഉണ്ട് അതുങ്ങളെ താങ്ങാൻ. എനിക്ക് എൻ്റെ ഏട്ടൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, എനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാനല്ലാതെ, അമ്മയും ഞാനും മാത്രമല്ല വേറെ ആരും അകത്തില്ല, ഏട്ടായി വെളിയിലാണ് നിൽക്കുന്നത്. ഞാൻ പറയും, മാതാവേ താങ്ങാൻ ആരുമില്ല, അമ്മ എന്നെ നോക്കണം, കുഞ്ഞിനെ നോക്കണം. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് രാവിലെ 2:30 ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങിയ ഞാൻ 8 മണിയായപ്പോൾ തന്നെ ഞാൻ കട്ടിലിൽ നിന്ന് എണ്ണീറ്റു. എന്നെ ആരും പിടിച്ചില്ല, ഞാൻ തന്നെ നടന്നു. കുഞ്ഞിനെ മേളത്തെ നിലയിലാണ് കൊണ്ട് NIC കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അവിടെ ഞാൻ കൂടെ പോവും, കാരണം നമ്മളെ താങ്ങാനല്ല, പക്ഷേ എനിക്ക് എൻ്റെ കൂടെ എൻ്റെ അമ്മ മാധവ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് എൻ്റെ മോളെ കിട്ടി. അതുപോലെ ഞാൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നടുവിന് വേദനയായിട്ട് ഒരു 22 വയസ്സുള്ള ഒരു കൊച്ചിറക്കം വന്നു കിടന്നു. അപ്പം അതിനെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, എന്നാ പറ്റിയതാ മോനെ? ചേച്ചി എനിക്ക് നടുവേദനയായിട്ട് നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു കാശുരൂപം, ഞാൻ ഇവിടുന്ന് പോകുമ്പോഴെല്ലാം 3-4 കാശുരൂപം വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞാൻ അത് പ്രാർത്ഥിച്ച് അതിൻ്റെ കൈ കൊടുത്തു, മോനെ നീ ഇത് വെച്ച് പ്രാർത്ഥിച്ചോ, നീ പള്ളിയിൽ പോയി ഉടമ്പടി എടുത്താൽ മതി. ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, ലൈറ്റിൽ ക്യാൻഡ് പ്രെയർ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞു. അതിനെ കൊണ്ട് അന്നേരം തന്നെ പ്രെയർ റിക്വസ്റ്റ് ഇടിപ്പിച്ചു. അത് പിറ്റേന്ന് ഞാൻ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ അതിന് ഡിസ്ചാർജ് ആയി പോയെന്നറിഞ്ഞു. അതുപോലെ അമ്മയുടെ ഉടമ്പടി തൈലം കൊണ്ടും ഉടമ്പടി ഉപ്പും കൊണ്ടും ഏട്ടയുടെ കാലിലുണ്ടായിരുന്ന പാട് അത് മാറിക്കിട്ടി. അതുപോലെ ഏട്ടൻ്റെ അച്ഛന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വയറുവേദനയായിട്ട് ഞങ്ങളെ എമർജൻസി ആയിട്ട് 108 ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ വിട്ടു. എന്ത് ചെയ്യണമെന്ന്, ഞാനുണ്ട്, അമ്മയുണ്ട്, ഏട്ടയുണ്ട്, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഇവിടുന്ന് അങ്ങ് വരെ പ്രാർത്ഥിച്ച് എന്നതിൻ്റെ ഫലമായിട്ട് അച്ഛന് കിഡ്നിക്കുണ്ടായ മൂത്രത്തിൽ കല്ലിൽ നിന്നുണ്ടായ വേദനയല്ലാതെ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ടെസ്റ്റെല്ലാം ചെയ്ത് അന്നേരം തന്നെ വീട്ടിൽ വിടുകയും ചെയ്തു. അമ്മ മാതാവ് തന്ന ഈ അനുഗ്രഹങ്ങൾക്ക്, ഇതിൽ കുറേ അനുഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഞാനിത് ഇവിടെ കൊണ്ട് നിർത്തുന്നു. അമ്മ മാതാവ് ഈശോ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ, കൃപകൾക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. വസനം പത്രം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച ഉടനെ ഞാൻ കൊണ്ട് വീട്ടിൽ വെക്കത്തില്ല, അന്നേരം തന്നെ ഹോസ്പിറ്റലുകളിൽ ഉള്ളവർക്കെല്ലാം ഞാൻ പത്രം കൊടുക്കും. പിന്നെ ഹോസ്പിറ്റലുകളിൽ ഞാൻ ജോലിക്ക് ചെയ്യുമ്പോൾ അവിടെ പാവങ്ങൾ ഞങ്ങളുടെ കൂടെ മിക്ക പേരും ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരായിരിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നവരെ ഞാൻ ഭക്ഷണം വിളിച്ച് കഴിപ്പിക്കും. പിന്നെ ഉടമ്പടി പത്രങ്ങൾ ഞാൻ ഹോസ്പിറ്റലുകളിലെല്ലാം കൊടുത്ത് ഞാൻ തീർക്കുന്നു. അത് ഞാൻ കൈ വെച്ചുകൊണ്ടിരിക്കത്തില്ല. പിന്നെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയും, നമ്മൾ സാക്ഷ്യം പറയാൻ നേർന്നിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയുക. പിന്നെ എനിക്ക് പറ്റുന്ന കുഞ്ഞിൻ്റെ ബ്ലഡ് കുറഞ്ഞു പോയി. ഇവിടുന്ന് 5.5 ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെല്ലുന്നത്. അവിടെ ചെന്ന് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവേ ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ കുഞ്ഞിനെ ശിക്ഷിക്കരുത്. അവർക്ക് ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ ബ്ലഡ് കൂടുതൽ കാണണം. പക്ഷെ ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ ഒന്നുകൂടെ അവർ പറഞ്ഞ് ബ്ലഡ് കയറ്റണം, ഓപ്പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്ന് നോക്കില്ല. അപ്പം എൻ്റെയും ഏട്ടൻ്റെയും ഓപ്പോസിറ്റീവാണ്. ഞാൻ പറഞ്ഞ അച്ഛൻ്റെ ബ്ലഡ് കുഞ്ഞിന് കയറ്റാം. എന്നിട്ട് ഞാൻ പറയും, മാതാവേ എൻ്റെ കുഞ്ഞിന് ബ്ലഡ് കയറ്റാനുള്ള അവസ്ഥ വരുത്തരുത്. പക്ഷേ അമ്മ മാതാവിൻ്റെ തിരുകൃപയിൽ എൻ്റെ കുഞ്ഞിന് അതിൻ്റെ ഡോക്ടർ നമുക്ക് ഒന്നുകൂടെ HB നോക്കാം. ഞങ്ങൾ HB നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ HB കൗണ്ട് 7.5 ആയിട്ട് ഞങ്ങൾക്ക് കാട്ടി തന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മരുന്നിൻ്റെ അളവ് കൂട്ടിയാൽ മതി, കുഞ്ഞിന് HBക്ക് അളവ് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. പക്ഷേ എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ 8.6 തന്നെയാണ് ബ്ലഡ് നിൽക്കുന്നത്. 1 മാസമായിട്ട് മരുന്ന് കൊടുത്തിട്ട് ബ്ലഡിൻ്റെ കൗണ്ട് കൂടുന്നില്ല. അപ്പം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ മാതാവ് എൻ്റെ തിരുകുമാരനോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എൻ്റെ കുഞ്ഞിനെ ശിക്ഷിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും സാക്ഷ്യം പറയാൻ നേർന്നിട്ടുണ്ടെങ്കിൽ സാക്ഷ്യം പറയുക, ഒരിക്കലും പകുതിക്ക് വെച്ച് ഇറങ്ങി പോകരുത്.